വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. മാധ്യമപ്രവർത്തകരുടെ പെരിന്തൽമണ്ണ താലൂക്ക് തല കുടുംബ സംഗമം വർണ്ണാഭമായി. വിവിധ പരിപാടികളോടെ പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നടന്ന കുടുംബ സംഗമം മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ താലൂക്കിലെ മാധ്യമപ്രവർത്തകർ പെരിന്തൽമണ്ണയിൽ ഒത്തുചേർന്നത്. വ്യാപാര ഭവനിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെ താലൂക്ക് തല കുടുംബ സംഗമത്തിൽ പെരിന്തൽമണ്ണ, മങ്കട, കൊളത്തൂർ, പുലാമന്തോൾ, മേലാറ്റൂർ പ്രസ് ഫോറം അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പരിപാടികളോടെ നടന്ന കുടുംബ സംഗമം മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമാണ് ജീവിക്കുന്നത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇത്രയും സമാധാനവും സന്തോഷവും ഇവിടെ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റുകളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രയ്ക്കും കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ലോകം ഒരു തരത്തിൽ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആരെന്ത് മോശം ചെയ്തിട്ടുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും നിങ്ങൾ അറിയിക്കും. ഒരാളല്ല, രണ്ടാളല്ല, ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തകരാറ് ചെയ്യുന്ന ആൾക്കാർ അത് കറക്റ്റ് ചെയ്യും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഗസയിലുള്ള പ്രശ്നങ്ങളായാലും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിലായാലും എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് വോട്ട് ചോരി അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ മുഴുവനും ജനങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളാണ് ഇന്ന് ഈ ലോകത്തിന്റെ ഇത് നിയന്ത്രിക്കുന്നതെന്നുള്ളതാണ് സത്യം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പെരിന്തൽമണ്ണ പ്രസ് ഫോറം പ്രസിഡന്റ് സത്താർ ആനമങ്ങാട് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തുവരാറില്ല എന്നുള്ളതാണ് അതിലെ കാര്യം. ഇപ്പോ ഏതൊരു തീയതി വെച്ച് നമുക്ക് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചാലും അന്ന് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്തെങ്കിലും പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കർമ്മനിരതരായി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തി. വളരെ നൊസ്റ്റാൾജിയയോടുകൂടിയാണ് 2016 വരെ കോഴിക്കോട് പ്രസ് ക്ലബിലെ മെമ്പറായും അതുപോലെ പ്രസ് ക്ലബിലെ ഏറ്റവും സജീവ പ്രവർത്തകനായും മാധ്യമ പ്രവർത്തകർക്കിടയിൽ ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് ആ കുടുംബ യോഗങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്ങോടെയാണ് ഞാൻ നിൽക്കുന്നത്. 20 വർഷം മാധ്യമ പ്രവർത്തകനായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡെസ്കിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്പെഷ്യൽ എഡിഷനുകളുടെ പത്രാധിപരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, വീക്കിലിയുടെയും മഹിളാ ചന്ദ്രികയുടെയും എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സീനിയർ സബ് എഡിറ്ററായിരിക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് റിസൈൻ ചെയ്താണ് ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചത്. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകന്റെ പ്രത്യേകത അത് എത്ര ഉപേക്ഷിച്ചാലും വിട്ടുപോകാത്ത ഒരു ജോലിയാണ് എന്നുള്ളതാണ്. നഗരസഭാ ചെയർപേഴ്സൺ P. ഷാജി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രസ് ഫോറം സെക്രട്ടറി E. ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, C. മുഹമ്മദ് അലി, ഇക്ബാൽ P. രായൻ തുടങ്ങിയവർ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ A. രാധാകൃഷ്ണൻ, ജോളി ജെയിംസ്, H. മുഹമ്മദ് ഖാൻ, A. ശിവദാസൻ, C. മുഹമ്മദ് അലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മനോരമ ലേഖകൻ മണികണ്ഠൻ കൊളത്തൂർ രചിച്ച പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചടങ്ങിൽ നടന്നു. ഓറ ടെയിൽസ് പബ്ലിക്കേഷൻ MD AP ശ്രുതിക്ക് നൽകി. നജീബ് കാന്തപുരം MLA പ്രകാശനം നിർവഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കളെ ഉപഹാരം സമ്മാനിച്ച് ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കസേരകളി, ഗാനാലാപനം, കവിതാ പാരായണം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. നഹാസ് M. നിസ്താർ പരിപാടികൾ നിയന്ത്രിച്ചു. മത്സരങ്ങളിലെ വിജയികൾക്ക് മുജീബ്, ഹാഷിം മങ്കട, നാസർ മേലാറ്റൂർ, മുനീർ മങ്കട, ഷിഹാബ്, A. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി താലൂക്കിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്കും യുവ മാധ്യമപ്രവർത്തകർക്കും ഒരുമിച്ച് കൂടാനും പരസ്പരം പരിചയപ്പെടാനുമുള്ള ഒരു വേദിയായി മാറി കുടുംബസംഗമം.
പൂക്കളമിട്ട് വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി നടന്ന കുടുംബ സംഗമം സംഘാടക മികവ് കൊണ്ട് വേറിട്ടതായി മാറി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.